إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. വളരെ പ്രിയപ്പെട്ട ഒരു മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ അഖില ലോക പരിപാലകനും നിയന്താവും രക്ഷിതാവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തോട് സന്തോഷത്തോടെ സമാധാനത്തോടെ വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 64-ാം അധ്യായം സൂറ തഗാബുനിന്റെ 9-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതിവച്ചത്. പ്രസ്തുത ആയത്തിലൂടെ കാരുണ്യവാനായ തമ്പുരാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരു മഹത്തായ സമ്മേളനത്തെ കുറിച്ചാണ് ആ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ പല വിധത്തിലുള്ള സമ്മേളനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അതൊക്കെ തന്നെ ഏതൊരു കക്ഷിയാണോ സംഘടിപ്പിക്കുന്നതെങ്കിൽ അവര് മാത്രമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ലോകത്ത് ആദ്യ പിതാവും പ്രവാചകനുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും സമ്മേളിക്കുന്ന ഒരു സമ്മേളനത്തെ കുറിച്ചാണ് സൂറ തഗാബുനിൽ അള്ളാഹു പറയുന്നത്. യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ, എല്ലാവരും സമ്മേളിക്കപ്പെടുന്ന ഒരു സമ്മേളനം. ആ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ദാലിക യൗമുത് തഗാബുൻ, അത് വളരെ ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അതാണ്
യഥാർത്ഥത്തിൽ ലാഭനഷ്ടങ്ങളെ വെളിപ്പെടുത്തുന്ന ദിവസം എന്നാണ്. എന്നിട്ട് പറഞ്ഞു വമയുമിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹ യുകഫിർ അൻഹു സയ്യിആതിഹി. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ നല്ല പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തോ അവന്റെ പാപങ്ങളെ അത് മുഖേന അവന് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവന് സ്വർഗത്തോപ്പിൽ അവനെ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ഖാലിദീന ഫിഹ അബദ. അവൻ അതിൽ നിത്യവാസിയാണ്. ദാലിക്കൽ ഫൗസുൽ അളീം. അതാണ് ഏറ്റവും വമ്പിച്ച മഹത്തായ ഭാഗ്യം എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ കാരുണ്യവാനായ നാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം വളരെ പ്രാധാന്യത്തോട് കൂടി കാണേണ്ടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന പത്തിൽ പ്രവേശിക്കുന്ന ഒരു സന്ദർഭം. വളരെ ഗൗരവത്തോടു കൂടി ഈ സമയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്നാണ് എന്നോടും അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ടവരോടും ആദ്യമായി നൽകാനുള്ള ഒരു വസിയ്യത്ത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, അല്ല, നമ്മളിൽ നിന്നും അതിവിദൂരമായ കാര്യം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശിഷ്യന്മാർ കുറെ ഉത്തരങ്ങൾ അതിന് നൽകി. എന്നാൽ അതിന്റെ ശരിയായ ഉത്തരം മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തത്, നമ്മളിൽ നിന്നും കാലാഹരണപ്പെട്ടു പോയിട്ടുള്ള സമയമാകുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ സമയമാകുന്നു നമ്മളിൽ നിന്ന് അതിവിദൂരമായത് എന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ എന്നത് പറയാൻ എളുപ്പവും നമ്മുടെ അടുക്കലുമാണെങ്കിൽ ഇന്നലെയിലേക്കുള്ള പ്രവേശനം നമ്മളിൽ അതിവിദൂരമാണ്, ഒരു സാധ്യതയും ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 1 മിനിറ്റ് സമയം തൊട്ടടുത്താണെങ്കിലും അതിലേക്കുള്ള ദൂരം അതിവിദൂരമാണ്. ഒരിക്കലും നമുക്ക് അത് സാധ്യമാകാത്ത ഒരു വസ്തുതയാണ്. അതാണ് സമയത്തിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മനുഷ്യനിൽ നിന്ന് വിദൂരമാകുന്നത്. നമ്മൾ ആലോചിക്കുക, വിശുദ്ധ റമദാനിന്റെ കഴിഞ്ഞുപോയ രാപ്പകലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. അവിടെ എന്താണോ നേടിയതെങ്കിൽ അതല്ലാതെ അതിനെ ഒന്ന് മാറ്റിപ്പണിയാൻ നമുക്ക് സാധ്യമല്ല. ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. മഹാനായ ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, അദ്ദുനിയാ സലാസത്തു അയ്യാം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ 3 ദിവസങ്ങളാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ 3 ദിവസം. ഒന്ന് അമ്മൽ അംസു, ഒന്ന് ഇന്നലെയാണ്. ഇന്നലെ എന്ന് പറഞ്ഞത് ഫഖദ് ദഹബ ബിമാ ഫീഹി, അത് പോയി കഴിഞ്ഞു. അതിലെന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് ആ ചെയ്തത് മാത്രമാണുള്ളത്. ഇപ്പോ ഇന്നലത്തെ നോമ്പിൽ ഏതെങ്കിലും ഇബാദത്തുകൾ കൂട്ടിച്ചേർക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമല്ല. അതല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ നോമ്പിൽ ഏതെങ്കിലും ഒരു സംഗതി കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഖദ് ദഹബ, അത് പോയി കഴിഞ്ഞു, അതിലൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. വ അമ്മൽ ഗദു, നാളെ എന്ന് പറഞ്ഞത് ഫഅലൈക ലാ തുദ്രികുഹു, അത് നിനക്കാകുമോ എന്ന് നിനക്കറിയില്ല. നാളെ നമുക്കറിയാലോ, നമ്മുടെ പരിശുദ്ധ റമദാൻ കടന്നു വന്ന് എത്ര ആളുകൾ നമ്മുടെ ഈ മഹല്ലത്തിൽ നിന്ന് ദുനിയാവിന്റെ ജീവിതത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട റാബിയാത്ത ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയത്. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയും സ്വർഗത്തിൽ അവരെയും നമ്മെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ ആലോചിക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നിനക്കറിയില്ല അത് നാളെ നിനക്കുണ്ടാകുമോ എന്നത്.
എന്നാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫലക്ക, അത് നിനക്കുള്ളതാ. അതുകൊണ്ട് അതിനാൽ നീ അതിൽ പ്രവർത്തിക്കുക. ഇന്ന് ചെയ്യാൻ കഴിയുന്നത്, ഇന്ന് ഇതുവരെയുള്ളത് നമുക്കുള്ളതാ. അതുകൊണ്ട് അതിൽ നിന്റെ പ്രവർത്തനങ്ങളെ നന്നാക്കുക എന്നാണ് മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞത് എന്നതാണ്. ഓരോ ദിവസവും പുതിയതാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞു, യാ ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാം, മനുഷ്യ നീ എന്ന് പറയുന്നത് എന്താ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് ചില ദിവസങ്ങളാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചില ദിവസങ്ങളാണ്. അതല്ലാത്തതൊന്നും നമ്മളിലില്ല. എന്നിട്ട് പറഞ്ഞു, കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദു. ഓരോ ദിവസവും ഇങ്ങനെ തീർന്നു പോകുന്നത് കൊഴിഞ്ഞു പോകുന്നത് നീ എന്ന അസ്തിത്വമാണ്, അല്ലെങ്കിൽ നീയാണ് കൊഴിഞ്ഞു പോകുന്നത്. എനിക്ക് എന്റെ റബ്ബ് എത്ര ദിവസമാണ് ദുനിയാവിന്റെ ജീവിതത്തിൽ എന്റെ രക്ഷിതാവ് തീരുമാനിച്ചതെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോ ഞാനല്ലാതായി മാറുന്നു എന്നാണ് മഹാനായ ഇമാം ഹസൻ ബസരി റഹ്മഹുല്ലാ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, യാ ഇബ്ന ആദം, ആദമിന്റെ മകനെ, അന യൗമുൻ ജദീദ്. ഓരോ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്ക, അന യൗമുൻ ജദീദ്, ഞാൻ ഇന്ന് നിനക്കൊരു പുതിയ ദിവസമാണ്. വഅലാ അമലിക ഷഹീദ്, നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നീ എന്നിൽ നിന്ന് എന്നെയാണ് നീ ഉപയോഗിക്കേണ്ടത്. ഞാനെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ലോകാവസാനം വരെ എന്നെ നിനക്ക് തിരിച്ചു കിട്ടുകയില്ല. അത്ര ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഗൗരവം മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 2:10 അവസാനിച്ചു. ഈ 2:10 കഴിഞ്ഞുപോയി. 3-ാമത്തെ 10ലേക്ക് പ്രവേശിച്ച സമയം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇബാദത്തുകളിൽ മുന്നേറുവാൻ, സജീവമാകാൻ, ആരാധനകളെ കൊണ്ട് സജീവമാകാൻ, അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാനും പറയാനുമുള്ളത് നമ്മുടെ റബ്ബിനോട് ചോദിക്കാനും പറയാനും നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട്, ആത്മാവിനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 എങ്ങനെയാണ്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റു 2 10കളിലും സജീവമല്ലാത്ത, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10ൽ കഠിനാധ്വാനം ചെയ്തിരുന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്യാൻ, ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നതാണ് പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടത്. അല്ല, ഈ 20 കഴിഞ്ഞതുപോലെ തന്നെ അടുത്ത 10 കഴിഞ്ഞു പോകുന്നു. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ വളരെ പ്രയാസം തോന്നാറുള്ളത് കാരണം എന്താ അറിയോ? ഈ നോമ്പിന്റെയൊക്കെ ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധ കാണിച്ചിരുന്ന പല ആളുകളും ഒരാഴ്ച കഴിയുമ്പോഴേക്ക്, അല്ലെ, ഇപ്പൊ തറാവീഹിന്റെ വരിയുടെ എണ്ണ എവിടെ എത്തിയിട്ടുണ്ട് ആലോചിച്ചൊക്കെ. എല്ലാ പള്ളിയിലും അങ്ങനെയാ. ആദ്യത്തെ ദിവസം തറാവീഹ് നമസ്കാരം കണ്ടപ്പോ പള്ളി കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ടാവും, ഈ പള്ളിയിൽ ഇനി സ്ഥലം ഉണ്ടാക്കേണ്ടി വരുമെന്ന്, അല്ലെ. ഇപ്പോഴോ ഉള്ളത് എത്രയോ ഏറെയാണ് എന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് 10ഓ 20ഓ നോമ്പ് പിന്നിടുമ്പോഴേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ആലോചിക്കുക. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, അല്ലെ, അള്ളാഹുവിനോട് ചോദിക്കാനുള്ള സമയം, അല്ലെ, സ്വർഗം തേടുക, ചോദിക്കാനും പറയാനുള്ള സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മൻ സഅലല്ലാഹൽ ജന്ന 3 മററാത്ത്. ആരെങ്കിലും തന്റെ റബ്ബിനോട് സ്വർഗം ചോദിക്കുകയാണ്. എത്ര പ്രാവശ്യമാണ് അവൻ ചോദിക്കുന്നത്? 3 മററാത്തിൻ, 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, അവന് വേണ്ടി സ്വർഗം പറയുന്നത് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, പടച്ച റബ്ബേ അവനെ നീ സ്വർഗത്തിലാക്കണമേ എന്ന് അവന് വേണ്ടി സ്വർഗം പറയും എന്നാണ്. മാത്രല്ല
മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഇസ്തജാറ ബില്ലാഹി മിനൻ നാർ സലാസ മറ, ആരെങ്കിലും 3 പ്രാവശ്യം അല്ലാഹുവോട് നരകത്തെ തൊട്ട് കാവലിന് ചോദിച്ചുവെങ്കിൽ ഖാലത്തിൻ നാറു, അവനു വേണ്ടി നരകം പറയുന്നത് അല്ലാഹുമ്മ അജിർഹു മിനൻ നാർ, അല്ലാഹുവേ അവനിൽ നിന്ന് നീ നരകത്തെ ഒഴിവാക്കണമേ എന്ന് ആ നരകം അവനു വേണ്ടി പറയുന്ന. പ്രിയപ്പെട്ടവരെ, അത്ര പ്രാധാന്യമുള്ള സമയം പ്രാർത്ഥന. എന്താ നമ്മൾ പ്രാർത്ഥിച്ചത്? കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. എന്റെ തെറ്റുകൾ എന്റെ റബ്ബിനോട് രഹസ്യമായി കണ്ണ് നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് അറബി അതിന്റെ ഭാഷയൊന്നുമല്ല. അറബിയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിൽ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് അത് പ്രവാചകന്റെ സുന്നത്തിൽ നമുക്ക് കാണാം. പ്രവാചകന്റെ ഭാഷ അറബി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലെങ്കിലും നമ്മുടെ റബ്ബിനോട് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഭാഷ എന്താ? പ്രാർത്ഥനയുടെ ഭാഷ എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഭാഷയാണ്, കണ്ണീരിന്റെ നനവാണ്, കണ്ണീരിന്റെ അകമ്പടിയോടുകൂടിയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തലിജുൻ നാർ, നരകം സ്പർശിക്കുകയില്ല. ആരെയാണ്? ഐനുൻ, ഒരു കണ്ണിനെ. എന്താ കണ്ണിന്റെ പ്രത്യേകത? ബക്കത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടത് നിമിത്തം നിറഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ കരയുന്ന കണ്ണീരൊഴുക്കുന്ന ആ കണ്ണുകളുണ്ടല്ലോ, അതൊരിക്കലും തന്നെ നരകം സ്പർശിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ആലോചിക്കേണ്ടത് 19 20 നോമ്പ് പൂർത്തിയാക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ദിവസമെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് തന്റെ പാപങ്ങളെ പൊറുക്കാൻ കണ്ണ് നനഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇല്ല എന്നതാണ്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോ, നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോ ഞാനടക്കം നമ്മൾ ആലോചിക്കുക, അള്ളാന്റെ മുമ്പിൽ കണ്ണ് നനഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചുവെങ്കിൽ അവൻ ഒരിക്കലും തന്നെ നരകം സ്പർശിക്കുകയില്ല എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ നമ്മുടെ കണ്ണ് നനയാൻ ഇനിയും സമയമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക. നമ്മളൊക്കെ തന്നെ ഒരു വലിയ വ്യാമോഹത്തിലാണ്. എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് രക്ഷപ്പെടുമെന്ന വ്യാമോഹം വേണ്ട. അല്ല, വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. ആരെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞൊരു കാര്യ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഹഖ്ക തുഖാതിഹി, എങ്ങനെയാണോ അവനെ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണോ അവനെ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ അവനെ സൂക്ഷിക്കണം. മാത്രമല്ല വലാ തമൂതുന്ന, നിങ്ങൾ ആരും മരിച്ചു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല അറബി പേരുള്ളത് കൊണ്ട്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ മുസ്ലിമായിട്ട് മരിക്കുള്ളൂ അല്ല. വിശ്വാസികളെ വിളിച്ചു പറഞ്ഞത്, അള്ളാഹ് ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹിനെ സൂക്ഷിച്ചട്ടോ, നീ മുസ്ലിമായിട്ട് മരിക്കണട്ടോ, അതിന്റെ ക്വാളിറ്റി നിനക്ക് ഉണ്ടാവണട്ടോ അല്ലേ? മുസ്ലിമിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ മുസ്ലിമായി മരിക്കാൻ ശ്രദ്ധിക്കണം. എത്രയോ ഉദാഹരണങ്ങള് നമുക്ക് കാണാൻ കഴിയും അല്ലേ? പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്, മകൻ പ്രവാചകനാണ് എന്നതുകൊണ്ട് പിതാവ് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നതാണ്. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം പഠിപ്പിക്കുമ്പോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ അവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവ് പ്രവാചകനാണ് എന്നതുകൊണ്ട് മകൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം പറഞ്ഞിട്ട് അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇണകൾ അതുകൊണ്ട് രക്ഷപ്പെടുകയില്ല എന്നതാണ്. ദറബല്ലാഹു മസല ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈൻ മിൻ ഇബാദിനാ സ്വാലിഹീൻ. അവർ രണ്ടുപേരും എന്തായിരുന്നു? നല്ല അടിയാറുകളായിരുന്നു, അടിമകളായിരുന്നു. കാനതാ തഹ്ത അബ്ദൈൻ മിൻ ഇബാദിനാ സ്വാലിഹീൻ. ആ പ്രവാചകന്മാരാണ് തങ്ങളുടെ ഭർത്താക്കന്മാരെന്നത്
അവർക്കൊരിക്കലും യാതൊരു തരത്തിലും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കാരണമല്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം തടി നമ്മൾ കാക്കണമെന്ന മറ്റാരുമില്ല. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുമ്പോ പ്രവാചകൻ എടുത്തുകൊണ്ട് തന്റെ ഉപ്പയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയ അബൂലഹബുണ്ട്. എന്നാൽ ആ അബൂലഹബിനെ രക്ഷപ്പെടുത്താൻ പ്രവാചകന്റെ കുടുംബത്തിലാണ്, പിതൃവ്യനാണ് എന്നതുകൊണ്ട് സാധ്യമല്ല എന്നതാണ്. എന്തിനേറെ പറയുന്നു, പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഫാത്തിമ, മകളെ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത്, നിന്റെ തടി നീ കാത്തുകൊള്ളണം എന്ന് പറയുന്ന രംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു കാലഘട്ടം, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളെ പൊറുക്കാനും അതേപോലെ തന്നെ സ്വർഗം നൽകാനും അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കാലഘട്ടത്തെ ഞാനും നിങ്ങളും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതെന്ന് നമ്മൾ ചോദിച്ചോ ആലോചിക്കാം. റമദാനിന്റെ വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിശുദ്ധ ഖുർആനിൽ അല്ലെ, ഇനി നമ്മൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞ ഒരു രാത്രിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ നമ്മൾ ചെയ്ത പുണ്യങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശറിൽ അവാഖിർ മിൻ റമളാൻ എന്നാണ്. റമളാനിന്റെ അവസാന 10 ഒറ്റയിട്ട പകലുകളിൽ, ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ അതിനെ കാത്തുകൊള്ളണം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലെ, നമ്മൾ തയ്യാറായിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ, പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ആലോചിക്കാം. എന്താ പടച്ചോൻ തരാറുന്നതറിയോ? 84 കൊല്ലം, 83 കൊല്ലവും 4 മാസവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുല്യമായ പ്രതിഫലം നൽകാമെന്ന്. എത്ര വലിയ ഓഫർ എവിടുന്നാ കിട്ടുക? പടച്ചോൻ തരാൻ റെഡിയാ. ചോദിക്കാനും ഒരുങ്ങാനും ക്രമീകരിക്കാനും ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോന്ന് നമ്മൾ ആലോചിക്കാം. മറ്റോലെ നോക്കണ്ട, ഞാൻ ഇന്നെ നോക്കുക, ഞാൻ തയ്യാറായിട്ടുണ്ടോ മാനസികമായി? ഈ പരിശുദ്ധ റമളാനിൽ ആ ലൈലത്തുൽ ഖദ്റിനെ നേടിയെടുക്കാൻ, ഉറക്കമൊഴിച്ചുകൊണ്ട് കാത്തിരിക്കാൻ, ദിക്റുകളും ദുആകളും നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടാൻ. അല്ലേ, 5 ദിവസാട്ടോ, 5 ദിവസങ്ങൾ കാത്തിരുന്നാലേ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞത്. 83 വർഷവും 4 മാസവും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി നൽകാമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, യാ മൻ അല്ലാഹ ഉംറുഹു ഫീ ലാ ശൈഅ, ഒന്നും ചെയ്യാതെ ആയുസ് തുലച്ച മനുഷ്യ, നീ എന്ത് ചെയ്യണം? ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദ്രി ഫഇന്നഹാ തുഹ്സബു ബിൽ ഉംർ എന്ന് പറഞ്ഞാൽ, ലൈലത്തുൽ ഖദ്റിൽ നീ അത് വീണ്ടെടുത്തുകൊള്ളുക. കാരണം അതൊരു ആയുഷ്കാലത്തിന് സമാനമാണ്. ഒരു ആയുഷ്കാലം, നമ്മൾ എത്ര ജീവിതം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ സമൂഹത്തിന്റെ ആയുസ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയാലേ ഒരു പുരുഷായുസിനേക്കാൾ അല്ലെ അള്ളാഹ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തയ്യാറുണ്ടോ? നമ്മൾ തയ്യാറുണ്ടോ? അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ തീർന്നു പോയാൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് നമുക്കാണ് എന്ന തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നത്, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെ നമ്മൾ പോണത്. അത് പലപ്പോഴും വാട്സപ്പ് തുറന്ന് പലതും തോണ്ടി ഇരുന്ന് റീൽസ് കണ്ട് അതേപോലെ തന്നെ അത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് പോകുന്ന, അതല്ല, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതേപോലെ തന്നെ ദിക്റുകളും ദുആകളും അതേപോലെ തന്നെ നന്മയായ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ അതിനെ ക്രമീകരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ആലോചിക്കാം. തീർന്നിട്ട് നാളെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ.
റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ റമദാനിന്റെ പോരിശയെ പറ്റി പറഞ്ഞിട്ടോ റമദാനിന്റെ പോരിശ കൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ നടക്കൂല. അതുകൊണ്ട് കൃത്യമായിട്ട് ആലോചിക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് നിയമമാക്കിയിട്ടുണ്ട്. ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സാഅം മിൻ തംരിൻ ഔ സാഅം മിൻ സഈരിൻ. ആരൊക്കെയാണ് കൊടുക്കേണ്ടത്? എല്ലാവരും കൊടുക്കണം. അന്നത്തെ ദിവസം ഒരു വീട്ടിൽ ജനിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അവര് പോലും ആ നമസ്കാരത്തിന് മുമ്പ് ഉണ്ടെങ്കിൽ അതുകൂടി കണക്കാക്കിക്കൊണ്ട് കൊടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതി എന്താ അറിയോ? ഇപ്പൊ നമ്മുടെ പള്ളിയിൽ 110 രൂപയാണ് അതിന്റെ പൈസ തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രദേശത്തെ മുഖ്യാഹാരമാണ് അതിൽ നൽകേണ്ടത്. അതേപോലെ തന്നെ അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്നാണ്. ഇപ്പൊ പലപ്പോഴും കാണുന്നൊരു സംഗതി, ഫിത്ർ സക്കാത്തിന്റെ അരിക്ക് എന്തോ വലിയ പോരിശുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത ആളുകള് ആവശ്യമെങ്കിൽ ഇല്ലെങ്കിലും അതിന് ബർക്കത്തുണ്ട് എന്ന് വിചാരിച്ച് വാങ്ങിക്കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് പലപ്പോഴും. അത് ഇല്ല. അത് കഴിക്കുന്നവർക്ക് കൊടുക്കുക, കഴിവില്ലാത്തവര് വാങ്ങുക, അതന്നെയാ. അതല്ലാതെ അതിന് വലിയ പോരിശ ഒന്നും ആര് പറഞ്ഞിട്ടില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് പരിഹാരമായി, അതിന്റെ പരിഹാരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ് സകാത്തുൽ ഫിത്ർ തഹറത്തുൽ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസി വതുഅമത്തുൽ ലിൽ മസാകിൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണവും അതേപോലെ തന്നെ നോമ്പുകാരന്റെ വന്നുപോയിട്ടുള്ള ചില പിഴവുകളും ഒക്കെ പൊറുക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് എന്നോടടക്കം പറയാനുള്ളത്, വളരെ വിലപ്പെട്ടതാണ് സമയം. രാത്രിയെ ഉപയോഗപ്പെടുത്തുക. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന പത്താകുമ്പോ ഷദ്ദൽ മിഅ്ദറാണ്. ഷദ്ദൽ മിഅ്ദറാണ് അര കെട്ടിയെടുക്കാണ്, ഒരുങ്ങ. മാത്രല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅയ്ഖല അഹ്ലഹു, തന്റെ കുടുംബക്കാരെ വിളിച്ച് ഉണർത്തുമായിരുന്നു. ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ കെട്ടഴിച്ചു വിട്ട കാറ്റിനെ പോലെ ഉദാരമതിയായിരുന്നു. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമായിരുന്നു, വല്ലാണ്ട് കൊടുക്കുമായിരുന്നു. കാരണം അത്ര പ്രാധാന്യമുള്ള ദിനരാത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഞാനടക്കം എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ റമദാനോട് കൂടി കഴിയുന്നതോടുകൂടി നമ്മുടെ പാപങ്ങളെല്ലാം കരിക്കപ്പെടുന്ന തരത്തിൽ മാറ്റിയെടുക്കുവാൻ, അതിനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.